ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാൽ ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ കോലമൊന്നും കണ്ടിട്ട് ആരും പേടിച്ചോടല്ല കേട്ടാ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു കോലമെന്ന് പറഞ്ഞിട്ട് ആരും പേടിച്ചോടരുത്. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അന്നേരം കാണുന്നവർക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ സൺഡേ വീഡിയോ ആണ് കേട്ടോ. സൺഡേ ഇന്ന് ലൈവൊന്നും രാവിലെ ഇട്ടിട്ടില്ല, ഫുൾ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി ലൈവും കാര്യങ്ങളും വീഡിയോസിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ നമുക്ക് വീട് മൊത്തത്തിലൊരു ക്ലീനിങ് ഒന്നും നടക്കില്ല കേട്ടോ. ഒന്നും ഓൾറെഡി അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകാമെന്നല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ഓൾറെഡി അന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങ് പോകാമെന്നല്ലാണ്ട് കേട്ടോ. അന്നേരം എല്ലാവരും വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അന്നേരം ഇന്ന് മൊത്തത്തിൽ കട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചലക്കുണ്ട്. ഇതൊക്കെ ഇടക്കും തറക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, ഷാമാട്ടനൊക്കെ ഒന്ന് ചിത്തേക്കൂട്ടാ അത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കുറച്ച് ദിവസമായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടൊക്കെ അവിടെയായി. അന്നേരം രാവിലെ തന്നെ നലക്കലാണ് കേട്ടോ പരിപാടി. അന്നേരം നനയാതിരിക്കാൻ ഷാമാട്ടൻ്റെ പണിമുണ്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വെള്ളത്തിൽ ചടിക്കുന്നത്. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ സമയം. അന്നേരം രാവിലെ തന്നെ എഴുന്നേറ്റ പാട് 6 മണിക്ക് തന്നെ പൊന്നൂൻ്റെയും ചക്കരേൻ്റെയും പുതപ്പൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ മുക്കി വെച്ചാൽ നമ്മൾ അലക്കാൻ നമുക്ക് നല്ലതായിട്ടൊന്ന് പൊതിർന്ന് കിട്ടുള്ളൂ. കാരണം നല്ല വെയിറ്റുള്ള പുതപ്പാണ് കേട്ടോ. എടുത്തിട്ട് പൊന്തിക്കാനൊക്കെ നല്ല പാടാണ്. അന്നേരം അലക്കാൻ ഇന്ന് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ 3 ബക്കറ്റ് തുണിയുണ്ട് അലക്കാൻ. മൊത്തത്തിൽ എല്ലാം കൂടെ തട്ടിപ്പെറുക്കി എല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും തുണിയായിട്ടാണ്. അവരെല്ലാവരും പുഴയിലേക്ക് വന്നിട്ടുണ്ട് വരിയായിട്ട്. അവർ പുതപ്പൊക്കെ രാവിലെ മുക്കി വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ മഴേൻ്റെ ആ സമയത്ത് അലക്കുന്നുണ്ട്. അമ്മ അതവിടെ അലക്കുന്നുണ്ട്. അമ്മേൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അമ്മ ഇവിടെ അലക്കുന്നുണ്ട്. നമുക്കും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയില്ല, നമുക്ക് മുട്ടുവേദന ഉണ്ട്. അന്നേരം അമ്മേൻ്റെ ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളമുണ്ട് പുഴയിൽ. അന്നേരം അമ്മക്ക് ഇറങ്ങാൻ കഴിയില്ലാണ്ട് അമ്മ അവിടെ നിന്ന് തന്നെ അലക്കുന്നുണ്ട്. അമ്മ തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് ആഴ്ചക്ക് ഒരു ദിവസമാണ് അമ്മക്കും ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അന്നേരം അമ്മക്കും ഫുള്ള് വൃത്തിയാക്കലും ക്ലീനിങ്ങും അലക്കലും തുടക്കലും തന്നെ ആയിരിക്കും കേട്ടോ അമ്മേൻ്റെയും പരിപാടി. ഇതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. ഇല്ല നമുക്ക് ഒറ്റക്കാകുമ്പോൾ എല്ലാം കൂടി നടക്കൂല കേട്ടോ. അന്നേരം ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ പരിപാടി. കുഞ്ഞാപ്പോണെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പൊന്നും ചക്കര ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല, പൊന്നൂസാണുള്ളത്. ചക്കര മുകളിലുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചക്കര താഴേക്ക് ഇറങ്ങി വന്നത്. അന്നേരം രാവിലെ വേഗം ചോറിന് അരി അടുപ്പത്തിട്ടിട്ടാണ് കേട്ടോ ഈ പരിപാടി. ചായയും കടിയൊന്നും ആക്കിയിട്ടില്ല. വേഗം അലക്കിയിട്ടില്ലെങ്കിൽ പുതപ്പൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് വേഗം അലക്കൽ പരിപാടി അങ്ങോട്ട് തീർത്തൊക്കെ വിചാരിച്ച് ചോറിന് അരി അടുപ്പത്തിട്ടിട്ട് നേരെ ഇറങ്ങിയാണ്. രാവിലെ എല്ലാവരും ബിസ്ക്കറ്റും ചായയൊക്കെ എഴുന്നേറ്റ് പാട് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചായയും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാവരും നേരെ വെയിറ്റ് എണീക്കുള്ളൂ. കുട്ടികൾ ഞാൻ രാവിലെ എന്തൊക്കെ 6 മണിയായപ്പോൾ പോയിട്ട് പുതപ്പ് അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അന്നേരം രണ്ടും എഴുന്നേറ്റ് പോയി വേറെ പുതപ്പ് എടുത്തിട്ട് പോയിട്ട് കിടന്നതാണ്. പിന്നെ അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. അതിൻ്റെ പുതപ്പ് എനിക്ക് എടുത്താൽ പൊന്തൂല കേട്ടോ. നല്ല വെയിറ്റുള്ള പുതപ്പാണ് കേട്ടോ. നല്ല വെയിറ്റാണ്. വെള്ളത്തിലും കൂടെ മുക്കി കഴിഞ്ഞപ്പോൾ നല്ല വെയിറ്റാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ അതിനെ തിരുമ്മിയെടുത്ത്. കാരണം നമ്മൾ നേരത്തെ മുക്കി വെച്ചുകൊണ്ട് ചെളിയൊക്കെ ഇളകിയിട്ടുണ്ട്. പിന്നെ കല്ലിലിട്ട് 2 കുത്തി തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയൊക്കെ അങ്ങോട്ട് വേഗം പോയി കിട്ടും കേട്ടോ. അന്നേരം പിന്നെ വെള്ളത്തിലിട്ട് ഒലുമ്പിയെടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. ഒലുമ്പൽ നമുക്ക് ഒലുമ്പാട്ടാ. ഒലുമ്പി കഴിഞ്ഞിട്ട് മേപ്പൊട്ടൊന്ന് പൊന്തിച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിൽ വെള്ളം ഊരാൻ വേണ്ടി വെക്കണ്ടേ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പോൾ വരാം. കുഞ്ഞാപ്പക്കുട്ടി തന്നെ ഉറങ്ങാൻ വേണ്ടി വിളിക്കാം കേട്ടോ. ഞാൻ രാത്രി 10 മണിക്കാണ് കേട്ടത് വോയിസ് ഇടുന്നത്. 1-2 ലൈവെല്ലാം കയറി അങ്ങനെ വന്നപ്പോഴത്തേക്കും രാത്രി 10 മണിയായി. അന്നേരം പിന്നെ 10 മണിക്ക് ശേഷമാണ് ഈ വോയിസ് ഇടുന്നത്. നേരെ കുട്ടികളോട് അവിടെ കിടക്കേണ്ടി. നേരെ ഇടയ്ക്ക് ഉറങ്ങാൻ വേണ്ടി വന്ന് വിളിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ അലക്കി ഒലുമ്പി മാറ്റി വെച്ചു കേട്ടോ. ഒരു ബക്കറ്റ് തുണികളായിട്ട് തന്നെ ഉണ്ട്. കുട്ടികളതും നമ്മളിപ്പോൾ കർട്ടനും കാര്യങ്ങളും ബെഡ്ഷീറ്റും എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് അത് തന്നെ ഉണ്ട്. അതൊക്കെ അലക്കി ഒലുമ്പി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പുതപ്പിനെ കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഞാനും ചക്കരയും കൂടെ ഞെക്കി പിഴിയാന്ന് പറഞ്ഞാൽ പോരെ. അതുപോലെ കയ്യിൽ പിടിച്ച് പിഴിയാൻ കഴിയില്ല, വണ്ണം നമ്മളെ കയ്യിൽ ഒതുങ്ങൂലല്ലോ. അന്നേരം കല്ലിൻ്റെ മുകളിൽ വെച്ച് വെള്ളം ഊർന്ന് പോകുന്നതനുസരിച്ച് ഇങ്ങനെ അമുക്കിയിട്ട് വെള്ളമൊക്കെ തോർത്തിയെടുക്കാണ് കേട്ടോ. അങ്ങനെ തോർത്തിയെടുത്ത് ഒരെണ്ണത്തിന് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ അതേപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. കുഞ്ഞാപ്പൂ അമ്മേനോട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. അമ്മ മേലോട്ട് കയറിപ്പോയി അലക്കൽ കഴിഞ്ഞിട്ട്. അന്നേരം വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഒപ്പരാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ എടുത്തിട്ട് പോകാൻ അതിനേക്കാളും വലിയ ടാസ്ക്കാണേ. 2 ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഷാമാട്ട ഇടക്കൽ അങ്ങനെ പുതപ്പെല്ലാം തിരുമ്പുമ്പോൾ കൂടിത്തരലുണ്ട്. ചില ദിവസം ഇപ്പം എണീറ്റിട്ടില്ല കേട്ടോ. ഒന്ന് ഞായറാഴ്ച ഷാമാട്ട കുറേ നേരമായി എണീക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എണീക്കും. ഞായറാഴ്ച ലീവാണെങ്കിൽ ലീവ്, അല്ലെങ്കിലൊക്കെ രാവിലെ എന്നെക്കാളും മുന്നേ എണീക്കുന്ന ആളാണ് കേട്ടോ. ഇന്ന് എന്താ അറിയില്ല, രാവിലെ എണീറ്റിട്ട് പിന്നെയും കിടന്നുറങ്ങി. ഇതിപ്പോൾ ചക്കരേൻ്റെ പുതപ്പ് തിരുമ്പി വെച്ചു. ഇനിയിപ്പോൾ പൊന്നൂസിൻ്റെ പുതപ്പാണ് കേട്ടോ. ഇവർ 2 ആൾ തലക്കുമ്പോൾ ഒന്നിച്ചലക്കണം. എല്ലാവരും ഒരാൾ തലക്കിയിട്ട് ഒരാൾ തലക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അന്നേരം നല്ല വെയിൽ വരട്ടെ. ഈ പുതപ്പൊക്കെ അനക്കുമ്പോൾ നല്ല വെയിലില്ലെങ്കിൽ പകുതി ഭാഗം ഉണങ്ങി പകുതി ഭാഗം ഉണങ്ങിയിട്ടില്ലാണ്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര വിചാരിച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അതിലും വെച്ച് നല്ല വെയിൽ വന്നിട്ട് ഇളക്കാലം എന്നിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. നേരെ ഇത് കുത്തി തിരുമ്പലേ നടക്കുള്ളൂ, തല്ലി തിരുമ്പലൊന്നും നടക്കില്ല. തല്ലി തിരുമ്പാൻ പോയിട്ട് അത് എടുത്ത് പൊക്കാൻ പോലും എന്നെ കൊണ്ട് വയ്യ കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ കാര്യമായിട്ട് വയറ്റിലേക്കൊന്നും പോവാത്തത് കൊണ്ട് തന്നെ വയ്യ കേട്ടോ. അത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ് ഇടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. അന്നേരം ആരെയും വിട്ടു പോകാറൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനൊരു മനസ്സുണ്ടാവില്ല. വീഡിയോസിന് വ്യൂ കുറഞ്ഞാലും എനിക്ക് കാണുന്നവർ സ്ഥിരമായിട്ടുണ്ടല്ലോ കുറച്ച് പേര് എന്നുള്ള കണ്ടീഷനിലെങ്കിൽ എനിക്ക് വീഡിയോസ് ഇടാൻ തോന്നും. അന്നേരം എല്ലാവരും പരമാവധി നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതാ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മുണ്ടൊക്കെ തയ്ച്ച് പൊഞ്ചക്കരയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നനഞ്ഞിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ മുഴുവൻ നനയും. അവിടെ മുട്ടപ്പം വെള്ളമുണ്ട്. അത് മുഴുവൻ നനഞ്ഞത് ഇപ്പോൾ കഴുത്ത് ബേക്കോട്ട് വലിച്ച് പുറം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അരുതാ ഒക്കെ വലിച്ച് വാരി പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വിരിഞ്ഞൊരു പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെമ്പരത്തി പൂ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ തടി നിറച്ച് മുള്ളാണ് കേട്ടോ. അതിൻ്റെ തണ്ടിൽ മുഴുവൻ മുള്ളാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ കളറ് കാണാൻ. പിന്നെ ഇത് നമ്മളെ പേരക്കമരമാണ് കേട്ടോ. ഇത് ഞാൻ വന്ന കാലം തൊട്ട് ഈ പേരക്കമരം ഇവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ അതിൻ്റെ മണ്ട വെട്ടിക്കളഞ്ഞ് ഒരിക്കലും ആ പേരക്കമരം വളരുന്നില്ല. അതിൻ്റെ മുകളിൽ ഒരു കുരുവിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. ആ കുരുവിയൊക്കെ പറന്ന് പോയി. കൂടൊക്കെ പോയിട്ടോ. കൂടൊക്കെ പിള്ളേരെ എടുത്തുകൊണ്ട് വന്ന് കിളിയൊക്കെ പറന്ന് പോയിട്ടോ. മുട്ട വിരിഞ്ഞ് 3 കിളികളുണ്ടായിരുന്നൊക്കെ പറന്ന് പോയി. അതിൻ്റെ പുതപ്പ് ഞാൻ ഇതിൻ്റെ മുകളിലായിരുന്നു. കാരണം ഇതാകുമ്പോൾ 4 ഭാഗത്തുനിന്നും കൂടെ വെള്ളം ഊർന്ന് വേഗം പുതപ്പ് ഉണങ്ങി കിട്ടും കേട്ടോ. വേറെ വെയിലൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. കാര്യമായിട്ടുള്ള വെയിലൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. വെയിലൊക്കെ വരുന്നേ ഉള്ളൂ. പുതപ്പൊക്കെ ആറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുഴുവൻ നനഞ്ഞു കേട്ടോ. പുതപ്പ് മേലേക്ക് എറിഞ്ഞ് വീഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ തന്നെ പുതപ്പലക്കലും കൊണ്ട് ഒരെണ്ണം ഇവിടെ ഇട്ടു, ഒരെണ്ണം അവിടെ ഇട്ടു കേട്ടോ. രണ്ട് സ്ഥലത്തായിട്ട് ഇട്ടിട്ടുണ്ട്. തുണി അറിയിടാൻ ഭയങ്കര സ്ഥലം കുറവാണ് കേട്ടോ. ഇവിടെ നമുക്ക് അഴൽ കെട്ടാനൊന്നും പറ്റില്ല. എസ്റ്റേറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് അങ്ങോട്ടേക്ക് മരത്തിലേക്കൊന്നും അയൽ കെട്ടാൻ പറ്റില്ല. പിന്നെ നമ്മളെ മുറ്റത്ത് എവിടെയും വെയിലില്ല. അങ്ങനത്തെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റെയറൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചാടണം. അപ്പോൾ മഴയൊക്കെ പെയ്ത് പായൽ പിടിച്ചെടുക്കുന്നുണ്ട്. ഒന്നിനും പറ്റില്ല. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് നേരെ വന്നിട്ട് ചട്നി ഉണ്ടാക്കണം കേട്ടോ. ചട്നി എന്ന് പറഞ്ഞാൽ വെള്ള ചട്നിയാണ് ഉണ്ടാക്കണത്. പച്ചമുളകും തേങ്ങയും ചെറിയ കഷ്ണം ഉള്ളിയും ഉപ്പും കൂടെ അരച്ചിട്ട് നമ്മളിത് താളിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് രാവിലെ ചട്നി ഉണ്ടാക്കണത്. ദോശയാണ് ഉണ്ടാക്കണത്. ഉഴുന്ന് ദോശയാണ് കേട്ടോ. ഉഴുന്ന് ദോശയ്ക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചട്നിയാണ്. വേഗം ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ദോശ ചൂടാണെന്ന് വെച്ചാൽ വേഗം എല്ലാവർക്കും ദോശ കഴിക്കാമല്ലോ. അന്നേരം ഉണ്ടാക്കുന്ന അനുസരിച്ച് ഓരോരുത്തരും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളും. അന്നേരം ചട്നി ആക്കി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് കടി ഉണ്ടാക്കുക കേട്ടോ. അന്നേരം ആവശ്യക്കാർ വേഗം കഴിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ. അന്നേരത്തേക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 9 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും വിശപ്പ് വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശ ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ സാമ്പാറാണ് കേട്ടോ. ഇറച്ചി മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. സാമ്പാറാണ്. കഴിഞ്ഞ ദിവസം മീനും ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അടുപ്പിച്ചടുപ്പിച്ച് ചൂടാണല്ലേ. അവരെപ്പോഴും ചിക്കനും മീനൊന്നും ആവൂല ഈ ചൂടിന്. ചിക്കൻ പറ്റൂല, മീൻ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ മീനോട് എല്ലാവർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മീൻ അധികം അടുപ്പിച്ച് വാങ്ങിക്കാറുമില്ല. അന്നേരം ദോശ ചൂട് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കി വരുമ്പോഴത്തേക്ക് ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദോശ ചൂടലും സാമ്പാർ കഷ്ണം മുറിക്കലും കൂടെ ഒന്നിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ആകുമ്പോൾ വേഗം അടുപ്പത്തേക്ക് അതങ്ങ് വെക്കുക. പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പാർ കഷ്ണം വന്നിട്ടുണ്ടാവും. പിന്നെ വേഗം തേങ്ങ വറുത്തരച്ച് സാമ്പാർ അങ്ങോട്ട് വെക്കാമല്ലോ. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. രാവിലത്തെ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചെയ്ത് തീർക്കണം. ഞായറാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ലൈവ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീട്ടിൽ പണികളുള്ളതുകൊണ്ട് തന്നെയാണ് രാവിലെ ലൈവ് ഒന്നും ഇടാതിരുന്നത്. ഇതിപ്പോൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും ശ്യാമേട്ടൻ്റെയും ശരത്തിൻ്റെയും ഒരു അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനുണ്ട് രുകേഷ് എന്ന് പറഞ്ഞിട്ട്. അവർ 3 കൂടെ ഉള്ള ഫോട്ടോ ആണ് കേട്ടോ. അത് പച്ച കള്ളി ഷർട്ട് ഇട്ടതാണ് ശ്യാമേട്ടൻ്റെ അനിയൻ. നടുക്ക് നിൽക്കുകയാണ് ശ്യാമേട്ടൻ കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇവർ അമ്മയുടെ അനിയത്തിൻ്റെ മോനാണ്. ആ ഫോട്ടോ കുറേ കാലമായ ഫോട്ടോ ആണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോ ആണ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതിൽ ശ്യാമേട്ടൻ്റെ മുടിയുണ്ടോ, നിറച്ച് മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മുടിയും പൊഴിഞ്ഞു പോയിട്ടാ. നേരെ ഫോട്ടോ ഒക്കെ പൊന്നൂസിനോടെ അന്ന് തുടച്ച് വെക്കുകയെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്താണ്. ഫോട്ടോത്തിലൊക്കെ നിറച്ച് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം കർട്ടനൊക്കെ അയച്ചവിടെയൊക്കെ നിറച്ച് മണ്ണാവലിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മൊത്തത്തിൽ തട്ടിക്കൊട്ടി കട്ടിലിൻ്റെ അടിയൊക്കെ അടിച്ചു വാരി. കുട്ടികൾ ഇങ്ങനെ പേപ്പറിൻ്റെ കഷ്ണവും പെൻസിലും ഓർമ്മിച്ചതൊക്കെ കട്ടിലിൻ്റെ അടിക്ക് തട്ടൂട്ടാ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലായിട്ടുന്നത്. അതിതൊരു പണിയാണ്. ഇവിടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ ഈ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തരിയായി ഇങ്ങനെ പൊടി വീഴുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര പാടാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും അതൊക്കെ എങ്ങനെയല്ല ഡെയിലി അവിടെ അടിക്കണോണ്ട് എന്നാലും ഉണ്ടാവും കേട്ടോ. ഡെയിലി അടിച്ചു വാരിയാലും മുറിയിലുണ്ടാവും. ഈ തട്ടലും മുട്ടലാണ് ഡെയിലി ഇല്ലാത്തുള്ളൂ. ഡെയിലി അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്യട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിലും തുടയ്ക്കാണ്ടൊന്നും ഇരിക്കില്ല. ഡെയിലി തുടയ്ക്കും. എന്നാലും ഉണ്ടാവും കേട്ടോ. പൊടി ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ കട്ടേൻ്റെ മുകളിൽ നിന്നൊക്കെ വീഴും. അന്നേരം അമ്മ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വർത്താനം പറയുന്നു. കുട്ടികളോട് എന്നോടായിട്ട് ഇങ്ങനെ ഓരോ വർത്താനം പറയുന്നുണ്ട്. അത് പൊന്നൂസ് ഇത് അവിടെ ഇരുന്നിട്ടൊക്കെ തട്ടുന്നുണ്ട്. കുഞ്ഞാപ്പൂ അച്ഛൻ്റെ ഫോണിൽ വീഡിയോസ് കാണാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുകളിലെ മണ്ണാമലയൊക്കെ തട്ടി വന്നതിന് ശേഷം ജനലിൻ്റെ മുകളിലത്തേക്ക് ഒന്ന് തട്ടണ്ട. ജനലിൻ്റെ മുകളിലത്തെ ചൂലോട് തട്ടിയിട്ടൊന്നും പോകണ്ടായില്ല. പിന്നെ ഞാൻ ശ്യാമേട്ടൻ്റെ പഴയ ബ്രഷൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഒക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
കാരണം എത്ര ചെറിയ വീടാണെങ്കിലും എത്ര ചെറ്റക്കുടിലാണെങ്കിലും നമ്മൾ താമസിക്കുന്നിടം നമ്മൾ വൃത്തിയാക്കിയാൽ മാത്രമല്ലേ വൃത്തിയിലിരിക്കുകയുള്ളൂ. അത് എത്ര മോശപ്പെട്ട വീടാണെങ്കിലും ശരി നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അതിന് ഉച്ചക്കത്തേക്ക് പയറ് തോരനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ നമ്മളെ പാവയ്ക്കാണ് കേട്ടോ. ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ മുറിച്ച് വെച്ചപ്പോൾ ഇവിടെ ബോണീനെ കുളിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്യാമട്ടൻ വിറക് കീറി ലേശം വിറകെല്ലാം കീറി തന്നിട്ട് ഇവൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. ഇവിടെ ശ്യാമട്ടൻ ഉണ്ടെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ അവനെയൊക്കെ ശ്യാമട്ടൻ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തുന്നുണ്ടായിരുന്നു. നല്ല കുട്ടിയായിരുന്നു നിൽക്കുന്നുണ്ടല്ലോ. അച്ഛൻ കുളിപ്പിക്കാൻ വിളിച്ചാൽ അവരേ പോകൂല കേട്ടോ. ഇത്ര നിർബന്ധിച്ചാലും അവൻ പോവില്ല. അച്ഛൻ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത്. മിണ്ടാതെ നിന്ന് കൊടുക്കുന്നുണ്ട് കുളിക്കാൻ. അങ്ങനെ കുളിച്ചിട്ട് ഇതാ ശ്യാമട്ട പഴയ തുണിയൊക്കെ വെച്ച് അവന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അവൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അന്നേരം അവിടെ കുഴമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പയറുപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പാവയ്ക്ക ഇതാ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ. ഞാൻ അങ്ങനെ ഇപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, കുറേ നാളുകൾക്ക് മുന്നേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക ഞാൻ വേനൽക്കാലം ആകുമ്പോൾ പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ അത് ഉണക്കി വെക്കും കേട്ടോ. അങ്ങനെ ഉണക്കി വെച്ചിട്ടൊക്കെ വറക്കാറുണ്ട്. ഇതിപ്പോൾ പച്ചക്ക തന്നെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിന്നാൻ. നേരെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണ്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളത്. ശ്യാമട്ടൻ വൈകുന്നേരം ഒരു ഷൂ വാങ്ങിച്ചാണ് കേട്ടോ. ശ്യാമട്ടൻ പണിക്കിടുന്ന ഷൂ ആണ് ഇങ്ങനത്തത്. അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഷൂ വാങ്ങിച്ചാണ്. അത് ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ ബൈ.